അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയാറില്ലേ? അതാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത്. LDFും UDFും കേരളത്തിലെ പ്രബലരായ രണ്ട് കക്ഷികൾ. NDA ഉണ്ട്, കാണാതിരിക്കുന്നുമില്ല. പക്ഷേ ഒന്നോ രണ്ടോ സീറ്റിനപ്പുറത്തേക്ക് വിജയ സാധ്യത NDAക്ക് കേരളത്തിൽ ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ LDFും UDFും പ്രധാനപ്പെട്ട മുന്നണിയാണ്. LDF ഭരണത്തിലിരിക്കുന്നു, UDF പ്രതിപക്ഷത്തിരിക്കുന്നു. പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് വരാനുള്ള നീക്കങ്ങൾ, ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ട് കാലം കുറേയായി കോൺഗ്രസും UDFും പക്ഷേ എങ്ങും എത്തിയില്ല. 9.5 വർഷമായി കേരളത്തിൽ LDFന്റെ സർക്കാരാണ്. 2 ടേം അങ്ങനെ സംഭവിക്കാറേയില്ല. ഒരു ടേം LDF ആണെങ്കിൽ അടുത്ത ടേം UDF ആയിരിക്കും. ഇതാണ് കേരളത്തിലെ പൊതു സ്ഥിതി. എന്നാൽ കഴിഞ്ഞ തവണ അത് മാറി. 9.5 വർഷക്കാലം LDF സർക്കാർ, പിണറായി മുഖ്യമന്ത്രി. അതുകൊണ്ട് അടുത്ത സർക്കാർ UDFന്റേത് തന്നെയായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ വിരാമം ഇടുന്ന നീക്കങ്ങളാണ് മറുഭാഗത്ത് സർക്കാർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ച 10,000 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികൾ വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് കോൺഗ്രസിന്, UDFന്. അതിൽ ഏറ്റവും പ്രധാനം 62 ലക്ഷം പേർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനാണ്. 1,600 നിന്ന് 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിക്കുക മാത്രമല്ല, നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച തുകയും അതോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും കൂടി 3,600 രൂപ ഒരു കുടുംബത്തിലേക്ക് എത്തുകയാണ്. 62 ലക്ഷം പേർക്ക് എത്തുകയാണ്. സ്വാഭാവികമായും അത് LDFനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അത് വോട്ടായി മാറും, LDFന് അനുകൂലമായ വോട്ടായി മാറും എന്നാണ് LDF നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ താഴെത്തട്ടിൽ CPIM പ്രവർത്തകർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എങ്ങനെയെങ്കിലും പെൻഷൻ മുടക്കണം. പെൻഷൻ കൊടുത്താൽ അത് LDFന് അനുകൂലമായി മാറും. അതുകൊണ്ട് എന്താണ് വഴി? പെൻഷൻ മുടക്കുക. പെൻഷൻ മുടക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. മലയാള മനോരമയിലായതുകൊണ്ട്, കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ളതായതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ക്ഷേമ പെൻഷന് കടമെടുക്കൽ എതിർത്ത് സഹകരണ സംഘങ്ങൾ, കോടതിയെ സമീപിക്കാനും ആലോചന എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്തയിൽ പറയുന്നു, ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തങ്ങളുടെ പക്കൽ നിന്ന് പണമെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ സംഘങ്ങൾ. 2 കോടി മുതൽ 5 കോടി രൂപ വരെയാണ് ഓരോ സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് വേണ്ടി സഹകരണ രജിസ്ട്രാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക എത്രയും വേഗം സഹകരണ കൺസോർഷ്യത്തിന് കൈമാറണം. ഈ മാസം 20-ന് 3,600 രൂപ വീതം 62 ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനാണ് സർക്കാർ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിനാൽ 15-ന് മുമ്പ് ഫണ്ട് ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആകെ 2,000 കോടി രൂപ സഹകരണ സംഘങ്ങളിൽ നിന്നും സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 9.10% പലിശ നൽകുമെന്നാണ് വാഗ്ദാനം. ഇതാണ് വാർത്ത. ഇതിനെതിരെ സഹകരണ സംഘങ്ങൾ കോടതിയെ സമീപിക്കും എന്നാണ് മലയാള മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുണ്ട്, BJP ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുമുണ്ട്. അതിൽ CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ എന്തായാലും കോടതിയിൽ പോകില്ല. അവർ ഈ തുക പെൻഷൻ കമ്പനിയിലേക്ക് നൽകും. പെൻഷൻ കമ്പനിയാണ് പെൻഷൻ നൽകുന്നതിനുള്ള പണം സമാഹരിക്കുന്നത്. പല രൂപത്തിൽ പെൻഷൻ കമ്പനി കടമെടുക്കും. കടമെടുത്ത തുക പെൻഷനായി നൽകും. പിന്നീട് സർക്കാർ പെൻഷൻ കമ്പനിക്ക് പണം നൽകും. ഇതുവരെ പെൻഷൻ കമ്പനി എടുത്ത കടം മുഴുവൻ സംസ്ഥാന സർക്കാർ അടച്ചു തീർത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വാർത്തയായി വരികയും ചെയ്തിരുന്നു. അതുപോലെ വീണ്ടും കടമെടുക്കാൻ പോവുകയാണ് പെൻഷൻ കമ്പനി. പെൻഷൻ കമ്പനി കടമെടുത്ത് പെൻഷൻ വിതരണം ചെയ്യും. പിന്നീട് തുക സർക്കാരിന് ലഭിക്കുന്ന മുറയ്ക്ക് പെൻഷൻ കമ്പനിക്ക് കൈമാറും. പെൻഷൻ കമ്പനി ആ തുക സഹകരണ സംഘങ്ങൾക്ക് കൈമാറും, പലിശയടക്കം. ഇതാണ് രീതി. അത് തടയുക, ആ നീക്കത്തിന് തടയിടുക. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ സഹകരണ സംഘങ്ങൾ നടത്താൻ ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം തന്നെ. കോൺഗ്രസ് മാത്രമല്ല, ചിലപ്പോൾ മുസ്ലിം ലീഗിന്റെ സഹകരണ സംഘങ്ങളും ഇതുപോലെ കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. BJP ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുമുണ്ട്, കുറവാണ് എങ്കിലും അവരും കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ഏകദേശം 20, 25, 30% ബാങ്കുകൾ കോൺഗ്രസിന്റേതായി കേരളത്തിലുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുണ്ട്. അവയൊന്നും പണം നൽകാതിരിക്കുകയും കോടതിയിൽ പോവുകയും ചെയ്താൽ, പണം നൽകാതിരുന്നാൽ പണം നൽകിയിട്ടില്ല എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. എന്നാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ, കോടതിയിൽ തീരുമാനം വരുന്നതുവരെ സഹകരണ സംഘങ്ങൾക്ക് പെൻഷൻ കമ്പനിയിലേക്ക് പണം നൽകാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നവംബർ മാസത്തിൽ
3600 രൂപ 62 ലക്ഷം പേരുടെ കയ്യിലെത്തിക്കാനുള്ള സർക്കാർ നീക്കത്തിന് അങ്ങനെ തടയിടാൻ കഴിയും. ഇതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. 62 ലക്ഷം വരുന്ന ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്ന തുക തടഞ്ഞുകൊണ്ട് അതൊരു ഇലക്ഷൻ നേട്ടമാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയുമോ? ഇത് ചർച്ചയായി മാറിയാൽ കോൺഗ്രസിന് തിരിച്ചടിയാകില്ലേ എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട്. എന്നാൽ ഇപ്പോൾ അതൊന്നും പരിഗണിക്കേണ്ടതില്ല. നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് കോൺഗ്രസിന്റെ സഹകരണ സംഘങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ സഹകരണ സംഘങ്ങൾ താഴെത്തട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് കോൺഗ്രസിന്റെ നിർദ്ദേശം എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. നിയമപരമായി അതിന് കഴിയുമോ എന്ന ചോദ്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്നിരുന്നാലും എങ്ങനെയെങ്കിലും നവംബർ മാസത്തിൽ പെൻഷൻ കൊടുക്കുന്നത് തടയണം. അതാണ് ആവശ്യം. നവംബർ മാസത്തിലെ തുക 3600 രൂപ പെൻഷൻകാരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാകും കോൺഗ്രസിന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ വലിയ തിരിച്ചടി നേരിട്ടാൽ അത് സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. അതുകൊണ്ട് അതും കൂടി കണക്കെടുത്തുകൊണ്ടാണ് എന്ത് വില കൊടുത്തും പെൻഷൻ നൽകുന്നത് തടയണം എന്ന നിർദ്ദേശം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സർക്കാർ പക്ഷേ ഒരു ബി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് കെൻ ബാലഗോപാലിന്റെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. അത്തരം വാർത്തകളും ഇതിനകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത്രയും ആളുകളുടെ പെൻഷൻ മുടക്കിയാൽ അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. നേരത്തെ ഇത്തരം ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് 2021 തിരിച്ചടിയായിരുന്നു. കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു. അത് തന്നെയാണോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ചോദ്യവും കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പെൻഷൻ കമ്പനിക്ക് പണം കൈമാറരുത് എന്ന നിലപാട് എടുത്തിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ പെൻഷൻ മുടക്കുക, അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക, ഇതാണ് UDFന്റെ ഇപ്പോഴത്തെ രീതി എന്നാണ് വാർത്തയിൽ നിന്ന് തന്നെ വെളിവാകുന്ന കാര്യങ്ങൾ. കോൺഗ്രസിന്റെ വാർത്തയാണ്, മലയാള മനോരമയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വാർത്തയിൽ ഒരു തെറ്റുമുണ്ടാകാൻ സാധ്യതയില്ല. വാർത്തയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് എങ്ങനെ കോൺഗ്രസിനെ ബാധിക്കും, ഗുണകരമാകുമോ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ ഉണ്ട്.